നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സർ നമസ്കാരം. നമസ്കാരം. സർ, ഓരോ ദിവസം കഴിയും തോറും സിറിയയുടെ സ്ഥിതി ഇപ്പോൾ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാകാത്തത് ഈ ഇസ്രായേൽ എന്ത് കൽപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ മുൻപോട്ട് പോകുന്നതെന്നാണ്. ഇസ്രായേലിന് ഈ യുദ്ധക്കൊതി തീരുന്നില്ലേ എന്നാണ് ചോദ്യം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സിറിയയിലോട്ട് വലിയ രീതിയിലുള്ള ആക്രമണമാണ് നടത്തിയിട്ടുള്ളത്. തീരദേശ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ആക്രമണങ്ങൾ ഘടിപ്പിക്കുന്നത്. ആദ്യം ഈ വിമതർ സിറിയയുടെ പല ഭാഗങ്ങളും പിടിച്ചടക്കിക്കൊണ്ടിരിക്കുമ്പോഴേ ഇസ്രായേൽ ഇവിടെ കരുക്കൾ നീക്കി തുടങ്ങി. അതിന് പിന്നാലെ തന്നെയായിരുന്നു പ്രധാനപ്പെട്ട ഈ ഗോലാൻ കുന്നുകളടക്കം ഇസ്രായേൽ കൈയടക്കിയത്. അതിനുശേഷം ഇപ്പോഴും നിർത്തിയിട്ടില്ല. ഇസ്രായേൽ ഇങ്ങനെ നിർത്താതെ സിറിയ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് സർ ഇസ്രായേൽ ഈ ഒരു യുദ്ധം ഇപ്പോൾ സിറിയയിലോട്ട് കേന്ദ്രീകരിക്കുന്നതിൽ നിന്ന് അവരെന്താണ് ലക്ഷ്യം വെക്കുന്നത്? സാധ്യതകളെ മുൻകൂട്ടി കാണാൻ വൈഭവമുള്ള രാജ്യമാണ് ഇസ്രായേൽ. ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസേൺ എന്ന് പറയുന്നത് സെക്യൂരിറ്റി കൺസേൺ ആണ്. നിലനിൽപ്പിന് വേണ്ടി ആദ്യം മുതൽ 1948 മുതൽ തന്നെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വീണ് കിട്ടിയ അനുകൂലമായ ഒരു അന്തരീക്ഷം, അതായത് ഇസ്രായേൽ ലെബനൻ യുദ്ധം ഒരു പ്രത്യേക ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ്, ഹിസ്ബുള്ളയുമായി യുദ്ധം ഒരു പ്രത്യേക ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു പോരാട്ടം വരുന്നത്. വെടിനിർത്തൽ സംഭവിച്ച നവംബർ മാസം 26 ശേഷം പിന്നീട് നമ്മൾ കേൾക്കുന്നത് സിറിയയുടെ വടക്കൻ ഭാഗത്ത് ഇദ്ലിബ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു ചെറിയ മിലീഷ്യയാണ്. ഹിസ്ബുള്ളയുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ദുർബലമെന്ന് കരുതാവുന്ന കേവലം 25,000-ഓളം ട്രൂപ്സ് മാത്രമുള്ള ഹയത്ത് തെഹ്രീർ അൽ ഷാം എന്ന് പറയുന്ന മിലീഷ്യ, ആ മിലീഷ്യക്ക് കേവലം 13 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് സിറിയ കീഴടക്കാൻ കഴിയുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല. അപ്പൊ ഇതിനു വേണ്ടി ഇസ്രായേലും അമേരിക്കയും ടർക്കിയുടെ ഒരു പിന്തുണയോടുകൂടി പ്ലോട്ട് ചെയ്യുകയായിരുന്നു. നേരിട്ട് രംഗത്ത് വരുന്നില്ല എങ്കിൽ പോലും ആ ഒരു സാധ്യത, അതുകൊണ്ട് ഭാവിയിൽ വരാനുള്ള സെക്യൂരിറ്റി സാധ്യതകൾ, സെക്യൂരിറ്റി ബ്രീച്ച് ആൻഡ് സെക്യൂരിറ്റി ത്രെട്ട് പൂർണ്ണമായി മുൻകൂട്ടി തന്നെ ഒഴിവാക്കാനുള്ള ഇസ്രയേലിന്റെ ദൃഢനിശ്ചയമാണ് ഇപ്പോൾ തുടരുന്ന ആക്രമണം. പുതിയ ഭരണകൂടം നിലവിൽ വന്നു. അവര് കൺസോളിഡേറ്റഡ് ആകുന്നതിന് കുറച്ച് സമയം വേണ്ടി വരും. ആ അനുകൂല സമയം ഉപയോഗിച്ചുകൊണ്ട് പരമാവധി സ്ട്രൈക്ക് നടത്തുക. ബഷർ അൽ അസദ് അദ്ദേഹത്തിന്റെ സൈന്യം അവശേഷിപ്പിച്ച ആയുധങ്ങളുടെ സിംഹഭാഗവും ഓൾറെഡി ഇസ്രായേൽ നശിപ്പിച്ചു കഴിഞ്ഞു. അവശേഷിക്കുന്ന ആയുധങ്ങളുടെ ഒരു നല്ല പങ്കും സിറിയയുടെ വെസ്റ്റ് കോസ്റ്റിലാണ്. സിറിയയുടെ വെസ്റ്റ് കോസ്റ്റിൽ ടർത്തൂസ് മേഖലയിൽ വളരെ വലിയ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ അടിച്ചുവിട്ടത്. റിക്ടർ സ്കെയിലിൽ സാധാരണ ആകാശത്തു നിന്ന് വരുന്ന ഏറിയൽ ബോംബാർഡ്മെന്റ് റിക്ടർ സ്കെയിലിൽ സാധാരണ അടയാളപ്പെടുത്തപ്പെടാറില്ല. ഭൂകമ്പം പോലെ ഭൂഗർഭ അറകളിൽ നിന്ന് വരുന്ന പ്രകമ്പനങ്ങൾ മാത്രമേ രേഖപ്പെടുത്താറുള്ളൂ. പക്ഷേ ഇപ്പോഴിതാ റിക്ടർ സ്കെയിലിൽ അങ്ങ് അകലെ ടർക്കി 806 കിലോമീറ്റർ അകലെ ടർക്കിയിൽ രേഖപ്പെടുത്തപ്പെട്ട പ്രകമ്പനത്തിന്റെ തോത് നോക്കുമ്പോൾ റിക്ടർ സ്കെയിലിൽ 3-ൽ അധികം വരുന്ന പ്രകമ്പനമാണ് വന്നത്. അത് ഭൂമുഖലക്കത്തിന്റെ തോതിൽ വളരെ നോർമലാണ്. പക്ഷേ ഗ്രൗണ്ട് അറ്റാക്കിന്റെ രൂപത്തിൽ വരുമ്പോൾ അത്രയും വലിയ സ്ഫോടനം നടന്നു എങ്കിൽ അതിന്റെ പിന്നിലുള്ള നാശനഷ്ടം നമുക്ക് ഊഹിക്കാം. അതുകൊണ്ട് പടിഞ്ഞാറൻ കോസ്റ്റ് കേന്ദ്രീകരിച്ച് സിറിയയുടെ മെഡിറ്ററേനിയൻ കോസ്റ്റിൽ ഗംഭീരമായ ആക്രമണം ഇസ്രായേൽ നടത്തുമ്പോൾ 2 ഉദ്ദേശങ്ങളുണ്ട്. ഒന്ന്, സിറിയയുടെ ആയുധപ്പുര കത്തിക്കുക. 2, റഷ്യയുടെ സൈന്യങ്ങൾ ആ മണ്ണിൽ നിന്ന് പോകാൻ ഇപ്പോൾ വിസമ്മതിച്ചിരിക്കുകയാണ്. കാരണം റഷ്യ സമാന്തരമായി പുതിയ ഭരണകൂടവുമായി, സിറിയയിലെ പുതിയ ഭരണകൂടവുമായി അബു മുഹമ്മദ് അൽ ജുലാനിയുമായി ഇപ്പോൾ സംഭാഷണം നടത്തുകയാണ്. അത് ഇസ്രായേലിനെ കുറച്ചൊക്കെ അലോസരപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല ഇസ്രായേലിനോട് കടക്കു പുറത്തെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ പറയുന്ന പുതിയ HTS എന്ന സമിതി ഗോലാൻ കുന്നുകൾ ഇസ്രായേലെ പിടിച്ചടക്കി കഴിഞ്ഞ് പൂർണ്ണമായി. അവശേഷിച്ച 1/3 ഭാഗം കൂടി പിടിച്ചടക്കി. ബഫർ സോൺ പിടിച്ചടക്കി. ഡമാസ്കസ് നഗരത്തിന്റെ 25 കിലോമീറ്റർ അകലെ വരെ ഇസ്രായേലി സൈന്യം വന്ന് തമ്പടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ ഇപ്പോൾ പുതിയതായി നേടിയെടുത്ത ടെറിട്ടറി കൺസോളിഡേറ്റ് ചെയ്യുക, ഭാവി ആക്രമണ സാധ്യത ഒഴിവാക്കുക. അതുകൊണ്ട് നിരന്തരം ആക്രമണങ്ങൾ നടത്തുക. ഒരു പരിധിവരെ ഈ ഭരണകൂടം സെറ്റ് ആകുമ്പോഴത്തേക്ക് ഇസ്രായേലിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളെല്ലാം തന്നെ സിറിയയിൽ നിറവേറ്റത്തക്ക രീതിയിലാണ്
ഇപ്പോൾ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. അതായത് സാർ, ഈ ജുലാനി ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഇസ്രായേലിനോട് നേരിട്ട് ഏറ്റുമുട്ടാൻ ഒരു താല്പര്യമില്ല. പക്ഷെ ഇങ്ങനെ ഇസ്രായേൽ ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ പരിധി വിട്ടു പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു നീക്കം? യഥാർത്ഥത്തിൽ ജുലാനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പൂർവാശ്രമം ഇസ്രായേലിന് അത്ര പ്രതീക്ഷ നൽകുന്ന ഒരു പൂർവാശ്രമമല്ല. മറ്റേത് അറബി സുന്നി ഇസ്ലാമിസ്റ്റ് തീവ്ര പ്രസ്ഥാനങ്ങളെ പോലെ തന്നെയാണ് ഈ നമ്മൾ സൂചിപ്പിക്കുന്ന HTS-ഉം. അതിന്റെ നേതാവ് അബു മുഹമ്മദ് അൽ ജുലാനി വിവിധ സമയങ്ങളിൽ വിവിധ തീവ്രവാദ സംഘടനകളിൽ പ്രവർത്തിച്ച പാരമ്പര്യമുള്ള ആളാണ്. അതൊന്നും തന്നെ ഇസ്രായേൽ അനുകൂല സംഘടനകളല്ല. അൽ ഖൈദയാകട്ടെ, IS ആകട്ടെ, അതിന്റെ എല്ലാം സബ്സിഡിയറായിട്ട് വന്നുകൊണ്ട് അവസാനം അദ്ദേഹം 42 വയസ്സിൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് അദ്ദേഹം കുറച്ചുകൂടി പക്വമായി, രാഷ്ട്രീയമായി കൂടി പക്വതയോടുകൂടി പ്രതികരിക്കുകയാണ്. അങ്ങനെയാണ് അമേരിക്കയെയും സഖ്യകക്ഷികളെയും പിണക്കിക്കൊണ്ട് തനിക്ക് സിറിയ പിടിച്ചെടുക്കാനാവില്ല എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് തൽക്കാലത്തേക്ക് അവരുടെ സ്കീമിന്റെ ഭാഗമായി നിൽക്കുകയാണ്. പക്ഷെ ഒരിക്കൽ അധികാരത്തിൽ കൺസോളിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ തനി നിറം പുറത്തു വരും. ഇന്നല്ലെങ്കിൽ നാളെ ഇതറിയാത്ത രാജ്യമല്ല ഇസ്രായേൽ. അതുകൊണ്ട് ഇസ്രായേൽ ഈസ് ട്രെഡിങ് വെരി കോഷ്യസ്ലി. അതിന് ആദ്യ ഭാഗമായിട്ടാണ് ജുലാനിയുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേൽ വിരുദ്ധ പ്രസ്താവന വരികയും അതിനെ തൃണവൽഗണിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ചില ലക്ഷ്യങ്ങൾ കണ്ടിട്ടുണ്ട്, ആ ലക്ഷ്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. ജുലാനി, മിസ്റ്റർ ജുലാനി, താങ്കൾക്ക് ഡമാസ്കസിൽ വാണരുളാനാണ് ദീർഘകാലം ഭാവി പ്ലാനെങ്കിൽ നടക്കില്ല. ഞങ്ങൾ ഒരുപക്ഷെ ഈ രാജ്യത്തിനുള്ളിൽ, നിങ്ങളുടെ രാജ്യത്തിനുള്ളിൽ വിവിധങ്ങളായ ഡിവൈഡുകൾ സൃഷ്ടിക്കും. 6 ഖണ്ഡങ്ങളായിട്ടെങ്കിലും സിറിയയെ മുറിച്ചെടുക്കാനുള്ള പദ്ധതി ഇസ്രായേലിന്റെ കൈവശമുണ്ട്. കുർദ് മേഖലയായിരിക്കും ആദ്യം വിട്ടുപോകുന്നത്. അമേരിക്കൻ കൺട്രോളുള്ള സദൺ മേഖലയുണ്ട്. അതുപോലെ തന്നെ ടർക്കിഷ് ആധിപത്യമുള്ള മേഖലയുണ്ട്. ഇവിടെല്ലാം വ്യത്യസ്തമായ ചിന്തകളുള്ള ഗ്രൂപ്പുകളാണ്. ഇവയൊന്നും തമ്മിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ യോജിച്ച് പ്രവർത്തിക്കില്ല. അവരാരും തന്നെ ജുലാനിയെ പൂർണ്ണ മനസ്സോടുകൂടി നേതാവായി അംഗീകരിക്കുകയുമില്ല. അതുകൊണ്ടാണ് ഇസ്രായേൽ is putting pressure upon Julani to comply with Israel's dictates also. സാർ, ഇപ്പോൾ സാർ കുർദിഷ് വിഭാഗത്തെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഒരു പുതിയൊരു സിറിയ കെട്ടിപ്പടുക്കാനുള്ള ഒരു നീക്കത്തിലാണ് ജുലാനി. ഈ ഒരു സമയത്ത് തന്നെ ഈ ഒരു കുർദിഷ് വിഭാഗം അവർക്ക് ഒരു തലവേദനയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അത് എങ്ങനെയായിരിക്കും? അവരെ അടിച്ചമർത്താൻ തന്നെയായിരിക്കും ജുലാനിയുടെ നീക്കങ്ങൾ എന്ന് തോന്നുന്നു. അതൊന്നും നടക്കില്ല. സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ്, SDF എന്നാണ് പറയുക. അവരുടെ കൈവശമാണ് 1/3 ഭൂമി. സിറിയയുടെ ഭൂമിയുടെ ഏതാണ്ട് 30% പരമ്പരാഗതമായിട്ട് തന്നെ HDS-ന്റെ കയ്യിലാണ്. HDS-നെ ആളുമർത്ഥവും നൽകി പിന്നിൽ നിന്ന് സഹായിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്. ഈ പറയുന്ന ഇതിന്റെ ആ കുർദ് സേനകൾ തന്നെയാണല്ലോ ISIS-ന്റെ തീവ്ര നാളുകളിൽ 2013 മുതൽ 17-18 വരെയുള്ള കാലത്ത് ഈ സിറിയയുടെ ഒരു വലിയ ഭാഗം, പ്രത്യേകിച്ച് കുർദ് മേഖലകൾ കൺട്രോൾ ചെയ്തിരുന്ന ഇസ്ലാമിക സ്റ്റേറ്റിനെ പുറത്താക്കാൻ പോരാടിയതൊന്നും HTS അല്ലാന്ന് ഓർക്കണം. അത് പോരാടിയത് മുഴുവൻ കുർദുകളാണ്. ആ കുർദുകൾ ആ ശക്തി നിലനിർത്തുന്നു. ഏർലിയസ്റ്റ് ഓപ്പർച്യൂണിറ്റിയിൽ കുർദുകൾ സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ സ്വാതന്ത്ര്യം പ്രാപിച്ചാൽ അതിന് അമേരിക്കയുടെ മൗന അനുവാദം ഉണ്ടാകും. അവർ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് ടർക്കിയുമായി അമേരിക്ക ഒരുപക്ഷെ വിലപേശും. കാരണം ടർക്കിക്ക് അലോസരം ഉണ്ടാക്കുന്ന നിലപാടാണ് ഈ കുർദ് വിഭാഗത്തിന്റെ ഈ പറയുന്ന കുർദ് സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് എന്നാണ് പറയുക. നേരത്തെ KDF എന്ന് പറഞ്ഞു, ഇപ്പോൾ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ്. ആ സംഘടന ടർക്കി, ഇറാഖ്, ഇറാൻ, സിറിയ ഈ 3 രാജ്യങ്ങൾ കൺവേർട്ട് ചെയ്യുന്ന മേഖലയുടെ നിയന്ത്രണമാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിലെ ഒരു ഭാഗം മാത്രമാണ് സിറിയൻ കുർദിഷ് ലാൻഡ്. അതേപോലെ ടർക്കിഷ് കുർദിഷ് ലാൻഡ് ഉണ്ട്. ടർക്കിയുടെ കിഴക്കൻ ഭാഗം, ഇറാന്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗം, ഇറാഖിന്റെ വടക്കൻ ഭാഗം, ഇതെല്ലാം ചേർന്ന് വിശാലമായ കുർദിസ്ഥാൻ ആണ് അവരുടെ സ്വപ്നം. ഇത് ഒരിക്കലും ടർക്കിക്ക് അംഗീകരിക്കാനാവില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ ആ സംഘടനയെ രാജ്യം സ്ഥാപിക്കാൻ അമേരിക്ക ഇടപെട്ട് സഹായിച്ചാൽ ടർക്കിയുമായി അമേരിക്കയ്ക്ക് വിലപേശാൻ സാധിക്കും. നിങ്ങൾ മര്യാദയ്ക്ക് അടങ്ങിയിരിക്കൂ, അല്ല എങ്കിൽ ഞങ്ങൾ ആ രാജ്യത്തിന് അനുകൂലമായി പച്ചക്കൊടി കാട്ടും എന്ന് പറയും. ജുലാനിയുമായും അമേരിക്കയ്ക്ക് വിലപേശാനാവും. കാരണം ജുലാനിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം തിരിയാൻ സാധ്യത കുർദുകൾക്കെതിരെ തന്നെയാണ്. അതുകൊണ്ട് കുർദ് റിബല്യൻ ആണ് ഇനി വരാൻ സാധ്യതയുള്ള ആദ്യത്തെ റിബല്യൻ. അതുകൊണ്ട് കുർദുകൾക്ക് ഒരു സ്വയംഭരണം നൗ ഓർ നെവർ
എന്ന് കുർദ് മനസ്സുകളിൽ ഇപ്പോൾ ഒരു ചിന്തയുണ്ട്. ഏറ്റവും അനുകൂല സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. അതുപോലെ സാർ, ഇപ്പോൾ ഇസ്രായേലിലോട്ട് നോക്കുകയാണെങ്കിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ ഇപ്പോൾ എല്ലായിടത്തും ഒരേ സമയം തന്നെ ഒരുപാട് രാജ്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് സംഘടനകളുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് നേരെ ഹൂതികൾ ഒരു അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ച് അതൊന്നുമല്ല, അവരെ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഹൂതികൾ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് അയച്ചിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാം തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഹൂതികളുടെ നേർക്ക് നമ്മൾ കഴിഞ്ഞ തവണയ്ക്ക് നോക്കുമ്പോൾ അമേരിക്കയും അതുപോലെ തന്നെ ബ്രിട്ടൻ അടക്കം അവർക്ക് നേരെ വലിയ രീതിയിൽ ആക്രമണം അല്ലെങ്കിൽ അവരെ അടിച്ചമർത്താനായിട്ടുള്ള ഒരു നീക്കം നടത്തുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇസ്രായേൽ ഈ പറയുന്ന ഹൂതികളെ വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഇസ്രായേൽ ഹൂതികളെ മുഴുവൻ ഇല്ലാതാക്കാൻ എത്രത്തോളം സമയം വേണം, പക്ഷെ വലിയ രീതിയിൽ ഇസ്രായേൽ ഹൂതികളുടെ നേർക്കൊരു അറ്റാക്ക് നടത്തുന്നില്ല. നമ്മള് പലപ്പോഴും ഈ വെസ്റ്റ് ഏഷ്യയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ ഉപരിപ്ലവമായിട്ടാണ് ചില സമയത്ത് നമ്മൾ ഇതിനെ കാണുന്നത്. ഹമാസും ഹൂതിയും ഹിസ്ബുള്ളയും എന്ന് ചേർത്തങ്ങ് പറയും. ഹമാസിനെ പോലെയോ ഹിസ്ബുള്ളയെ പോലെയോ അല്ല ഹൂതികൾ. വളരെ അകലെ കിടക്കുന്ന സ്ഥലമാണ്. അതിനിടയ്ക്ക് സൗദി അറേബ്യയുടെ വലിയൊരു ഭാഗമുണ്ട്. ഇതെല്ലാം കടന്നു വേണം ഹൂതികളുടെ മിസൈലുകൾ ഇസ്രായേലിന്റെ ടെല്ലവീവിൽ പതിക്കണമെങ്കിൽ 2000 കിലോമീറ്ററോളം സഞ്ചരിക്കേണ്ടതുണ്ട്. ദീർഘദൂര മിസൈലുകളുടെ ആവശ്യമുണ്ട്. അതേസമയം ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് വടക്കൻ തെക്കൻ ലെബനൻ നിന്ന് വരുന്ന ആക്രമണങ്ങൾ ഏതാനും കിലോമീറ്ററുകൾ, 10 കിലോമീറ്റർ മുതൽ 100 കിലോമീറ്റർ വരെയുള്ള റേഞ്ച് മിസൈലുകൾ കൊണ്ട് ഇസ്രായേലിന്റെ പല ഭാഗങ്ങളെയും ഹിറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഇമിനന്റ് ആണ്. ഏത് സമയവും ഇസ്രായേലിന് ഡാമേജ് ഉണ്ടാക്കാവുന്നതാണ്. എന്നാൽ ഹൂതികളുടെ ആക്രമണങ്ങളെ ആകാശത്ത് വെച്ച് തടുക്കാനുള്ള മിസൈൽ പ്രതിരോധ കവച സംവിധാനമുണ്ട്. അതായത് ആരോ മിസൈലുകൾ, ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളെ തടുത്തിടാൻ കഴിയുന്ന ആന്റി ബാലിസ്റ്റിക് മിസൈൽ കവറാണ് ആരോ സിസ്റ്റം. ഡേവിഡ് സ്ലിംഗ് കുറച്ചുകൂടി ചെറിയ റേഞ്ചിലുള്ള മിസൈലുകളെ തടഞ്ഞിടും. അതൊക്കെ മതിയാകുമെന്നതാണ്. ഇപ്പൊ ഇന്നലെ വിട്ടിരിക്കുന്ന ഹൂതികളുടെ ഭാഗത്ത് നിന്ന് പീരിയോഡിക് ആയിട്ട് ഇങ്ങനെ മിസൈൽ വിക്ഷേപം നടന്നിട്ടുണ്ട്. മുൻകൂട്ടി കേവലം 4 പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒരു മിസൈൽ ആക്രമണം ഉണ്ടായി. അതിലൊന്നാണ് കാര്യമായ ഒരു ഡാമേജും ഉണ്ടായില്ല. മധ്യ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി പോയ മിസൈലുകൾ ആകാശത്ത് വെച്ച് തന്നെ ഇസ്രായേൽ നിർവീര്യമാക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഇവിടെ ഈ ഹൂതികൾ പ്രസക്തമാകുന്നത് ഇസ്രായേലിനല്ല, മറിച്ച് അമേരിക്കയ്ക്കാണ്. അതായത് മധ്യധരണ്യാഴിയിലേക്കുള്ള പ്രധാന പാത ചെങ്കടൽ വഴിയാണ്. ഓപ്പൺ സീയിൽ നിന്നും, ഇന്ത്യൻ ഓഷ്യനിൽ നിന്നും അറേബ്യൻ സീ വഴി ചെങ്കടലിലേക്ക് പ്രവേശിക്കുന്ന കവാടമാണ് ബാബ് എൽ മന്ദേബ്. ഈ ബാബ് എൽ മന്ദേബ് ഹൂതികൾ നിയന്ത്രിക്കുന്ന യമന്റെ പ്രദേശത്ത് തള്ളി നിൽക്കുന്ന, കടലിലേക്ക് തള്ളി നിൽക്കുന്ന ആ പ്രദേശമാണ്. ആ മുനമ്പ് നിയന്ത്രിക്കുന്നിടത്തോളം കാലം ഹൂതികൾക്ക് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തെ താറുമാറാക്കാൻ കഴിയും. അതുകൊണ്ട് ഇസ്രായേലിന്റെ മാത്രം താല്പര്യമല്ല, യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ കൂടെ താല്പര്യമാണ് ഹൂതികളുടെ പ്രഭാവം നശിപ്പിക്കുക എന്നത്. അതുകൊണ്ട് വിശാല ലക്ഷ്യങ്ങളിൽ ഹമാസ്, ഹിസ്ബുള്ള എന്നത് ഒരുപക്ഷെ ഇസ്രായേലിന് മാത്രമാണ് വിഷയം. അതേസമയം ഹൂതികൾ ലോക വ്യാപാരത്തിന് തന്നെ, ലോക വ്യാപാരത്തിന്റെ 20% കപ്പൽ വ്യാപാരവും ആ പ്രദേശത്തൂടെയാണ് കടന്നു പോകുന്നത്. ആ പ്രദേശം കടന്നു പോയെങ്കിലേ, ഏഡൻ തുറമുഖം കടന്നു പോയെങ്കിൽ മാത്രമേ ഒരുപക്ഷെ ചെങ്കടൽ കടന്നതിന് ശേഷം സൂയസ് കനാൽ കൂടി കടന്നാലാണ് മെഡിറ്ററേനിയനിൽ പ്രവേശിക്കാൻ കഴിയുക. മെഡിറ്ററേനിയൻ കപ്പലുകൾ എത്തിയില്ല എങ്കിൽ കപ്പലുകൾ ചുറ്റും പോകേണ്ടി വരും. ആഫ്രിക്ക മുനമ്പ് മുഴുവൻ, ആഫ്രിക്കയുടെ മുഴുവൻ കരയും ചുറ്റി കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ചുറ്റി പോകേണ്ടി വരും. എത്ര ദിവസത്തെ ഡിലേ ആണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഹൂതികൾ ഉയർത്തുന്ന പ്രശ്നം പരിഹരിക്കാൻ ഒരു സമഗ്ര പാക്കേജായി കണ്ടുകൊണ്ട് ഒരുപക്ഷെ ലോകരാജ്യങ്ങൾ, പ്രത്യേകിച്ച് നേറ്റോ രാജ്യങ്ങൾ ഒന്നിക്കാൻ ഇപ്പോഴും സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ അങ്ങനെ ഒരു സഖ്യം അവിടെ നിലവിലുണ്ട്. സുരക്ഷയ്ക്ക് വേണ്ടി ബ്രിട്ടീഷ്, അമേരിക്കൻ, ഫ്രഞ്ച് കൺസോർഷ്യം ഇപ്പോൾ തന്നെ ആ പ്രദേശം നിലവിലുണ്ട്. അത് കൂടുതൽ വർദ്ധിത വീര്യത്തോടുകൂടി പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് കരുതാവുന്നത്. സാർ, ഇപ്പോൾ ബന്ദികളുടെ കാര്യം ഇപ്പോഴും യാതൊരു സൂചനകളും ഇല്ല, ഒന്നുമില്ല. ഇപ്പോൾ ഹിസ്ബുള്ള വെടിനിർത്തൽ കരാറൊക്കെ വന്നതിന് ശേഷം, അവർ പതുങ്ങിയതിനു ശേഷം ഹമാസിന്റെയും ശക്തി ക്ഷയിച്ചു തുടങ്ങിയിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും ബന്ദികൾ എവിടെ എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുകയാണ്. ആ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഈ ട്രംപ് പുതിയ ഭരണകൂടം അധികാരത്തിലേറുന്ന ജനുവരി 20 മുൻപ് സംഭവിക്കുമോ എന്നുള്ളതാണ്. ട്രംപ് അച്ഛൻ നല്ല തമാശക്കാരനാണ്. അദ്ദേഹം പലപ്പോഴും വലിയ പ്രസ്താവനകളൊക്കെ അടിച്ചുവിടുന്ന ഒരു ആളാണ്. അതിലൊരു പ്രസ്താവന എന്ന് പറയുന്നത്, മര്യാദയ്ക്ക് ഞാൻ പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന ജനുവരി മാസം 20-ാം തീയതിക്ക് മുൻപ് മര്യാദയ്ക്ക് എല്ലാ ബന്ദികളെയും വിട്ടിരിക്കണം. ഐ വോണ്ട് സീ ടു ഇറ്റ് ദാറ്റ് ഓൾ ദി ഡെറ്റിന്യൂസ് ആർ റിലീസ്ഡ്. പക്ഷെ ഇത് ആരോടാ പറയുന്നത്? ഇത് പറയുന്നത് ഹമാസിന്റെ നേതൃത്വം ആരെന്ന് നമ്മൾ അറിയുന്നില്ല. ഹമാസിന് എത്രത്തോളം പോരാളികൾ
അവശേഷിക്കുന്നുണ്ട് എന്നും ഹമാസിന്റെ ഇൻഫ്രാസ്ട്രക്ചർ എത്രത്തോളമാണെന്ന് നമ്മൾ അറിയുന്നില്ല. അത് മാത്രമല്ല ഇതിൽ എത്രത്തോളം ബന്ദികൾ ജീവനോടെ ഉണ്ട് എന്നത് ഒരു ഊഹക്കണക്കാണ്. 100ഓളം ബന്ദികൾ ഉണ്ടെന്നാണ് കണക്ക്. പക്ഷെ 50-ലധികം പേര് ജീവനോടെ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെയെങ്കിൽ അവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും വലിയ രീതിയിലുള്ള കൺസേൺ ഉണ്ട്. പക്ഷേ പൂർണ്ണ ജനവാസ മേഖലയിൽ തന്നെയായിരിക്കും അവർ താമസിക്കുന്നത്. അതുകൊണ്ട് അവരെ പുറത്തോട്ട് വരാൻ അവർക്ക് വാർത്താവിനിമയ ഉപാധികൾ ഒരുപക്ഷെ ഉണ്ടാവില്ല. അപ്പൊ ഇതൊക്കെ സിസ്റ്റം ഫെയിലിയർ ആണ് അവിടെ കാണിക്കുന്നത്. കാരണം ഈ പറയുന്ന ഗസയുടെ മണ്ണ് തലങ്ങും വിലങ്ങും ഹൈവേകളും റോഡുകളും കെട്ടി ഇസ്രയേലിന്റെ ഒരു കോൺക്ലേവായി നിലനിർത്തുകയാണ്. ഭാവിയിൽ പോസ്റ്റ് വാർ ഗസ പദ്ധതി ഇസ്രായേലിന്റെ ബ്ലൂ പ്രിന്റായി വ്യക്തമായി വന്നു കഴിഞ്ഞു. അതിനകത്ത് കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് 2-3 കോറിഡോറുകൾ, ഈ കോറിഡോറുകൾ പ്രാക്ടിക്കലി ആ മണ്ണിനെ പൂർണ്ണമായും ഗാസയുടെ മണ്ണിനെ ബൈഫർക്കേറ്റ് ചെയ്യണം. ഒരു 3 കോറിഡോറുകളിൽ പ്ലാൻ ഉണ്ട്. അത് മാത്രമല്ല നെടുകെ ഉള്ള കോറിഡോറുകളും കൂടെ ചേരുമ്പോൾ പൂർണ്ണമായും ഹമാസിന്റെ മൂവ്മെന്റ് ഹോൾട്ട് ആകും. അങ്ങനെയെങ്കിൽ ബന്ദികൾ ഏതെങ്കിലും ഭാഗത്തൊക്കെ ഹോൾഡ് അപ്പ് ആകാനുള്ള സാധ്യതയാണ്. ഒരുപക്ഷെ അവസാന പോരാട്ടത്തിൽ അവരുടെ ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ അതുകൊണ്ട് മാത്രമാണ് ഇസ്രായേൽ കുറച്ചെങ്കിലും സംയമനം പാലിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് പൂർണ്ണമായും ബന്ദികളുടെ മോചനത്തിലേക്ക് ഹമാസിന് നീങ്ങാനാവില്ല. അത് മാത്രമല്ല ഹമാസിന്റെ ഉന്നത നേതൃത്വവുമായി ബന്ധപ്പെടാനുള്ള ചാനലുകൾ ഹമാസിനെ പിന്തുണയ്ക്കുന്നവർക്ക് പോലും ലഭിക്കാത്ത രീതിയിലേക്ക് ലോജിസ്റ്റിക്കൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് താറുമാറായി കഴിഞ്ഞു. അതുകൊണ്ട് ആ ഡിലേ സ്വാഭാവികം തന്നെയാണ്. അതാണെന്ന് എന്റെ ഒരു സംശയം. കാരണം ഈ ഇസ്രായേലിൽ ഇപ്പൊ ഒരാളെ അവര് റെഡ് ലിസ്റ്റിൽ പെടുത്തിയിട്ടുള്ള ഒരാളെ കൊലപ്പെടുത്തണമെങ്കിൽ അത് ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും അവർ കണ്ടുപിടിച്ച് ഒരാളറിയാതെ കൊലപ്പെടുത്താനായിട്ട് അവരെ കൊണ്ട് സാധിക്കും. പക്ഷെ ഇവിടെ ഇപ്പോൾ ബന്ദികളുടെ കാര്യത്തിലടക്കം ഇപ്പോൾ അവർക്ക് അത് കണ്ടുപിടിക്കാനും അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാനും വേണമെങ്കിൽ നിമിഷങ്ങൾ മാത്രം മതിയാവും. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പോലെ ജീവൻ അപായപ്പെടുത്തും എന്നുള്ള ഒരു ഭയം കൊണ്ടായിരിക്കാം ഇസ്രായേൽ ഇപ്പോഴും അവരുടെ സ്വന്തം രാജ്യത്ത് നിന്ന് ഈ ആളുകളുടെ വിമർശനങ്ങളും പ്രതിഷേധം ഉയരുമ്പോഴും തൊടാതെ ഇരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അതിന് സാറേ, ഇപ്പോൾ റഷ്യ ഇപ്പോൾ ഇസ്രയേൽ ഇത്തരത്തിലുള്ള ഇസ്രായേലിന്റെ ആക്രമണം ഘടിപ്പിക്കുമ്പോൾ അത് റഷ്യക്കും കൂടിയുള്ള ഒരു മറുപടിയാണ്. അപ്പോൾ റഷ്യ, അതിനിടയിൽ ഞാൻ ചില റിപ്പോർട്ടുകൾ വായിച്ചിരുന്നു, ചില നയതന്ത്ര പ്രതിനിധികളെയൊക്കെ റഷ്യ തിരികെ വിളിച്ചെന്ന് പറയുന്നു. അപ്പോൾ റഷ്യ അവിടെ നിന്നൊരു തോറ്റോടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും റഷ്യ അവിടെ നിന്ന് പിന്മാറാനുള്ള ഒരു സാധ്യതയുണ്ടോ? പുടിൻ വളരെ മിടുക്കനായ ഒരു തന്ത്രജ്ഞൻ കൂടിയാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കും പുടിൻ എന്തുകൊണ്ടാണ് റാഷായി കാര്യങ്ങൾ ചെയ്യുന്നത്. സിറിയയുടെ കാര്യത്തിൽ പുടിൻ തന്ത്രപരമായി പെരുമാറി എന്ന് വേണേൽ കാണാം. ഒരു വെടി പോലും റഷ്യൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് പൊട്ടിച്ചിട്ടില്ല. റഷ്യൻ സൈന്യത്തിന്റെ നല്ലൊരു പങ്ക് അവിടെയുണ്ട്. 6000-ഓളം സൈനികരവിടെ, 60,000-ഓളം ട്രൂപ്സ് ആണുള്ളത്. അതിൽ കുറച്ചുപേരെ വിഡ്രോ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവർ ഇപ്പോഴും സിറിയൻ മണ്ണിലുണ്ട്. അത് ലതാക്കിയ ആ പ്രദേശത്തും പടിഞ്ഞാറൻ പ്രദേശത്തുമാണ് റഷ്യയുടെ വ്യോമതാവളവും റഷ്യയുടെ നാവിക താവളവുമുണ്ട്. ഈ സിറിയ അവിടെ ആക്രമണം നടത്തിയ ഏരിയയില് റഷ്യയുടെ നാവിക കേന്ദ്രം ഉണ്ടായിരുന്നു. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ഇസ്രയേലി മിസൈല് പോലും റഷ്യൻ നാവിക കേന്ദ്രങ്ങളിലോ കപ്പലുകൾക്ക് മീതെയോ വിമാനങ്ങൾക്ക് മീതെയോ പതിക്കുന്നത് മുഖം നഷ്ടപ്പെടുന്നതിന് തുല്യമാണ്. അപ്പൊ തിരിച്ചടിക്കേണ്ടി വരും. ഇസ്രയേലുമായി ഒരു തുറന്ന പോരാട്ടത്തിന് ഈ ഘട്ടത്തിൽ റഷ്യ തയ്യാറല്ല. അതുകൊണ്ട് എനിമി ഡോണ്ട് പ്രൊവോക്ക് എ പോർക്യുപൈൻ എന്നതാണ് തിയറി. അതുകൊണ്ട് റഷ്യ പൂർണ്ണമായും ഇതിൽ നിന്ന് വിട്ടുനിന്നു. റഷ്യ ഒന്ന് ആഞ്ഞ് ശ്രമിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ HTSന്റെ മുന്നേറ്റം തടുക്കാമായിരുന്നു. അത് മാത്രമല്ല റഷ്യയോട് ചങ്ങാത്തമുള്ള രാജ്യം തന്നെയാണ് ടർക്കി. അപ്പൊ ടർക്കിയെ പ്രിവെന്റ് ചെയ്യാനും കഴിഞ്ഞിട്ടില്ല റഷ്യക്ക്. ടർക്കി തന്നെയാണ് സഹായിച്ചത്. HTSനെ ഒളിഞ്ഞും തെളിഞ്ഞും സഹായിച്ചത് ടർക്കി തന്നെയാണ്. അപ്പൊ തുർക്കിയെ നിലക്ക് നിർത്താൻ പോലും റഷ്യക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പം തുർക്കിയുടെ സ്കീം അവിടെ വിജയിക്കുന്നു. റഷ്യക്ക് സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷയുണ്ട്. ദീർഘകാല ബന്ധമാണ്. സിറിയൻ ജനതയും റഷ്യൻസുമായുള്ള ബന്ധത്തിന് കമ്മ്യൂണിസ്റ്റ് കാലഘട്ടം മുതൽ തന്നെയുള്ള ഒരു പാരമ്പര്യമുണ്ട്. സിറിയയിലെ ബാത്ത് പാർട്ടി, ബഷർ അൽ അസാദിന്റെ പിതാവ് ഹഫീസ് അൽ അസദിന്റെ നേതൃത്വം നൽകിയ പാർട്ടിയാണ് ബാത്ത് പാർട്ടി. സിറിയയിൽ മാത്രമല്ല ഇറാഖിലെ സദ്ദാം ഹുസൈന്റെ പാർട്ടിയും ബാത്ത് പാർട്ടി തന്നെയായിരുന്നു. ഇതൊരു സോഷ്യലിസ്റ്റ് പശ്ചാത്തലമുള്ള പാർട്ടിയാണ്. അന്നത്തെ കാലത്ത് റഷ്യക്ക് സ്വീകാര്യമായ ഒരു ഐഡിയോളജിയാണ്. ലിബിയയിലെ കേണൽ ഗദ്ദാഫി ആകട്ടെ, ഈജിപ്തിലെ ഹോസ്നി മുബാറക് ആകട്ടെ, ടുണീഷ്യയിലെ ഭരണാധികാരികളാകട്ടെ, ഇവരൊക്കെ ഏകാധിപതികളായിരുന്നു. പക്ഷേ ബാത്ത് പശ്ചാത്തലമുള്ള പാർട്ടികളാണ് അവരുടെ പാർട്ടികൾ. അപ്പൊ റഷ്യൻ സ്വാധീനം ഈ ബാത്തിസ്റ്റ് റെജീമിലൂടെയാണ് എക്കാലവും മധ്യപൗരസ്യ പ്രദേശത്ത്, അതായത് വടക്കൻ ആഫ്രിക്കയിലും പടിഞ്ഞാറൻ ഏഷ്യയിലും നടപ്പായിരുന്നത്. ഇപ്പോൾ അവസാന തുരുത്താണ് ബാഷർ അൽ അസദിന്റെ സിറിയ എന്ന് പറയുന്നത്. അവസാന റഷ്യൻ കോൺക്ലേവ് ആണ്.
അതുകൂടി നഷ്ടപ്പെടാൻ റഷ്യ ആഗ്രഹിക്കില്ല. ബഷർ അൽ അസദിന് അഭയം കൊടുത്തു, അത് ശരിയാണ്. അദ്ദേഹം വലിയ പണവും വലിയ തോതിൽ സ്വർണം, പണം, നോട്ട് കണക്കിന് കെട്ടുകണക്കിന് ഹെലികോപ്റ്ററിലും വിമാനങ്ങളിലും അമേരിക്കൻ ഡോളേഴ്സുമായിട്ടാണ് പോയതെന്നാണ്. വാഗ്നർ പട്ടാളത്തിന്റെ ഒരു കാവലിലാണ് അവിടെ വന്നിറങ്ങിയതെന്നാണ് റിപ്പോർട്ട് വായിച്ചപ്പോൾ മനസ്സിലായത്. വാഗ്നർ പട്ടാളം ഒരു വനത്തിൽ ഫാറ്റം ഉണ്ടെന്ന് പറയുന്നത് പോലെ ഉള്ളു. ഇപ്പൊ പ്രകോഷൻ കാലയവനിക്കുള്ളിൽ പറഞ്ഞു. പക്ഷെ വാഗ്നർ സൈന്യത്തിന്റെ പോലത്തെ ഈ മിലിഷ്യകളെയും കൂലിപ്പട്ടാളത്തിനെയും മേഴ്സണറികളെയും ഉപയോഗിക്കുന്ന ഒരു തന്ത്രം പെർഫെക്റ്റ് ചെയ്ത ആധുനിക ലോകത്ത് റഷ്യയാണ്. അതിന്റെ ഭാഗമാണല്ലോ വാഗ്നർ ആർമി. അപ്പൊ വാഗ്നർ പട്ടാളം പല രൂപത്തിലും ഈ സേഫ് പാത ഒരുക്കാനുള്ള അറേഞ്ച്മെന്റ്, ലോജിസ്റ്റിക്കൽ അറേഞ്ച്മെന്റ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവിടെ ഇറങ്ങിക്കഴിയുമ്പോൾ ഇവിടെ അവശേഷിക്കുന്ന റഷ്യയിൽ പുതിയ ഭരണകൂടവുമായി എത്രത്തോളം നിരപ്പിന്റെ അനുഭവത്തിൽ പോകാനാവുമെന്നാണ് റഷ്യ തിരക്കുന്നത്. ഒരു കോൺഫ്രണ്ടേഷനിസ്റ്റ് പോളിസി എന്നത് അപകടകരമായിരിക്കും. ഇറാൻ പോലും പുതിയ ഭരണകൂടവുമായി ഒരു സമരസപ്പെട്ട് പോകാനാവുമോ എന്ന ചിന്തയിലാണ്. അല്ല എങ്കിൽ പെർമനന്റായി ഒരു അമേരിക്കൻ ഇസ്രായേലി കോൺക്ലേവായി സിറിയ മാറിയാൽ മധ്യപൗരസ്യ പ്രദേശത്തിന്റെ പൊളിറ്റിക്കൽ ജിയോഗ്രാഫിക്കൽ ആ ഒരു പവർ ബാലൻസ് അട്ടിമറിക്കപ്പെടും. അത് ഒരു സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്നത് ലോകസമാധാനത്തിന് അത്ര നല്ലതല്ല എന്ന തിരിച്ചറിവ് കൊണ്ടാണ് റഷ്യ ഈസ് പ്ലേയിങ് വെരി സേഫ്. അതുകൊണ്ട് റഷ്യൻ സൈന്യങ്ങളെ തൽക്കാലത്തേക്ക് പുതിയ ഭരണകൂടവുമായി സന്ധി സംഭാഷണങ്ങൾ നടത്തി തൽക്കാലത്തേക്കെങ്കിലും അവിടെ നിലനിർത്തിയിരിക്കുകയാണ്. ഒരു രീതിയിലും റഷ്യൻ സൈന്യം ബാരക്കുകളിൽ നിന്ന് പുറത്തു വരില്ല. ഈ സമയത്ത് ഇസ്രായേലുമായുള്ള പോരാട്ടത്തിൽ പങ്കെടുക്കില്ല. ഇസ്രായേൽ അബദ്ധത്തിൽ പോലും റഷ്യൻ ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം നടത്തില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഏതായാലും സാർ, ഇപ്പോൾ ഈ ഒരു വർഷം മുഴുവൻ യുദ്ധം തന്നെയായിരുന്നു. ചെറുതും വലുതുമായിട്ടുള്ള വലിയ മാരകമായിട്ടുള്ള ആക്രമണങ്ങളാണ് പല രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ പുതിയൊരു വർഷത്തിലോട്ട് കടക്കുകയാണ്. ട്രംപ് പറഞ്ഞ പോലെ താൻ അധികാരമേൽക്കുന്ന ജനുവരി 20 മുൻപ് ഈ പറയുന്ന യുദ്ധങ്ങളൊക്കെ ഒരു പെട്ടെന്നൊരു നിമിഷം നിൽക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല. എന്നിരുന്നാലും ഈ പറയുന്ന അധികാരികളെല്ലാം തന്നെ, പുടിൻ ആണെങ്കിലും നെതന്യാഹു ആണെങ്കിലും കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഓരോ ദിവസം കഴിയും തോറും ഓരോ പ്ലാനിങ്ങോട് കൂടിയിട്ട് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇതിനൊക്കെ എന്തായിരിക്കും അടുത്ത നീക്കം എന്നുള്ളത് നമുക്കും അറിയില്ല. നമുക്കും പല സാധ്യതകളും മുൻനിർത്തി പറയാമെന്ന് മാത്രം. എന്തായാലും യുദ്ധം ഈ ഒരു വർഷത്തോടു കൂടി പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ അവസാനിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.